ജോലിയുള്ള എൻ്റെ ഒരു രാവിലെയാണ് കാണിക്കുന്നത്. പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും കുഞ്ഞും ഒരു യുദ്ധം നടത്തുകയാണ്. ഇതെന്താ ഓട്ടുപുളി എന്നും പറഞ്ഞ് തൊട്ടടുത്ത് എത്താത്ത തന്നതാണ്. ഞങ്ങൾ തമ്മിലൊരു കൊടുക്കൽ വാങ്ങൽ ബന്ധാട്ടോ. അപ്പം ഞാൻ വേഗം കുറച്ച് ചപ്പാത്തി ചുട്ടു. ഇന്ത്യയുടെ മാപ്പ് പോലെയാണ്, അതാരും മൈൻഡ് ആക്കണ്ട കേട്ടോ. കുഞ്ഞുവിന് വേഗം ഭക്ഷണം കൊടുത്തു. കുറച്ച് പാൽ അവൾക്ക് തിളപ്പിക്കാൻ വെച്ചേ. അവളുടെ ഭക്ഷണം എല്ലാം കുറേശ്ശെ തന്നെ കഴിച്ചോളൂ കേട്ടോ, രാവിലത്തെ ഫുഡ്. പിന്നെ ഞങ്ങൾ വേഗം ഒരു കട്ടനും ഇട്ട് ചപ്പാത്തിയും ഇന്നലത്തെ ചിക്കൻ കറിയും കഴിച്ച്. പിന്നെ കറി അടുപ്പത്തുനിന്ന് ആവുന്നുണ്ട്, ചോറ് വെക്കണം. അങ്ങനെ കുഞ്ഞുവിനെ വേഗം കുളിപ്പിച്ച് കുഞ്ഞുവിൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി ഞാനും കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി ഏട്ടൻ കുളിക്കാൻ കയറി കേട്ടോ. ഏട്ടനെ എവിടെയും കാണായിട്ട് കുഞ്ഞു എടുക്കണമെന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് പണികളെല്ലാം തീർക്കാമെന്ന് വെച്ചു. കുറേ പണിയുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. വേഗം ഫുഡെല്ലാം പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചിട്ട് കുഞ്ഞുവിൻ്റെ കുറച്ച് തുണികളെല്ലാം എടുത്ത് വെക്കണമല്ലോ ഷോപ്പിൽ പോകുമ്പം. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച് ബാഗ് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പണികളെല്ലാം തീർക്കുമ്പോഴേക്കും അകത്തുനിന്ന് ഏട്ടനും കുറേ പണികളെല്ലാം ചെയ്ത് ഏട്ടനും കുളിച്ച് റെഡിയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണേ. ഒരു ഓട്ടം തന്നെയാണ് രാവിലെ, ഓട്ട മത്സരമാണ്. ഒരാൾ അങ്ങോട്ട് ഓടുന്നു, ഒരാൾ ഇങ്ങോട്ട് ഓടുന്നു, അങ്ങനെ ഫുൾ ഓട്ടം കേട്ടോ. രാവിലെ തിരക്കാം. എത്ര നോക്കിയാലും നേരത്തെ ഷോപ്പ് തുറക്കലില്ല കേട്ടോ. എന്നും ലേറ്റാവും. എന്നും വിചാരിക്കും രാവിലെ സമയത്തിന് തുറക്കണമെന്ന്, എന്നാലും ഷോപ്പ് തുറക്കാൻ ലേറ്റാവും ഗൈസ്. അങ്ങനെ ലീക്ക് ആവണ്ടല്ലോ വെച്ചിട്ടാട്ടോ ഞാനിതിലൊരു കവറിലെല്ലാം കെട്ടി വെക്കുന്നത്. ആദ്യം ഞാൻ അല്ലാതെ വെച്ച്, പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, എപ്പോഴും ലീക്ക് ആവുന്നതാണ്, ഡ്രസ്സെല്ലാം നനയുമല്ലോ. അങ്ങനെ കവറിലെല്ലാം വെച്ച് കെട്ടുവാട്ടോ. അധികം കറികളൊന്നുമില്ല. പയറും കുമ്പളങ്ങ കറിയില്ലേ, മത്തനില്ലേ, മത്തൻ കുമ്പളം, അത് കറി വെച്ചു. പിന്നെ തോരനൊന്നും വെച്ചില്ല കേട്ടോ. ചിക്കൻ കറീൻ്റെ ബാക്കി കുറച്ചുണ്ട്, അതുകൊണ്ട് വേറെ തോരനൊന്നും വെക്കാൻ നിന്നില്ല. മോരും എടുത്തില്ല. അങ്ങനെ കുഞ്ഞുവിൻ്റെ കുറച്ച് ഫുഡും കോഴിമുട്ടയും വെള്ളവും എല്ലാം കൂടെ. വെള്ളം അവിടെ പോയിട്ട് കെറ്റിൽ വെച്ചിട്ട് തിളപ്പിച്ച് കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് എടുത്തതാണേ. വെള്ളം തിളപ്പിക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോഴൊക്കെ നല്ല മഴ പെയ്യാന്നേ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാർ എടുത്തിട്ടാണേ പോകുന്നത്. ഇന്ന് സാധാരണ ബൈക്ക് എടുത്തിട്ടാട്ടോ പോവൽ, ഇന്ന് കാർ എടുത്തിട്ടാണ് പോകുന്നത്. നല്ല മഴയല്ലേ, കുഞ്ഞിനെയും കൊണ്ടിട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ കാറിൽ പോകുമ്പം ഒരു സിനിമയിൽ ചൈന ടൗൺ ആണെന്ന് തോന്നുന്നു, ദിലീപില്ലേ കാലെടുത്ത് ഇങ്ങനെ വെക്കുന്നത്, അങ്ങനെ അവൾ എപ്പോഴും കാലെടുത്ത് ഇങ്ങനെ വെക്കും കേട്ടോ. മിക്കപ്പോഴും പുറത്തോട്ട് തന്നെ വെക്കും എപ്പോഴും. എന്നിട്ട് ഞാനിങ്ങനെ കളിയാക്കുക, വീഡിയോയിൽ കാണിക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഷോപ്പിലെത്തി. ഏട്ടനൊരു വൈപ്പറൊക്കെ ആയിട്ടാട്ടോ വന്ന്. എപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാവും ഷോപ്പിൻ്റെ മുന്നിൽ. അത് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈപ്പർ വാങ്ങാൻ പോയതായിരുന്നു ഏട്ടൻ. ഞാൻ ആദ്യം കയറി. അങ്ങനെ ഷോപ്പെല്ലാം തുറന്നു കേട്ടോ.